പാലക്കാട് കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞു എന്നുള്ളതാണ്. അതെ. നമ്മൾ ഈ നോക്കി നിൽക്കുകയാണ് കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞത്. ഇപ്പോൾ ദേശീയ തലത്തിൽ പോലും ഉറ്റുനോക്കുന്ന ഒരു നിയമസഭാ മണ്ഡലമാണ് പാലക്കാട്. പാലക്കാടാണ് ഒരു വമ്പൻ വിജയം ഉണ്ടാകാൻ പോകുന്നത്. അതിന് അനുകൂല ഘടകങ്ങൾ നിരവധിയാണ്. ഇനിയും ശോഭാ സുരേന്ദ്രൻ വേറൊരു മണ്ഡലം തേടി പോകേണ്ടി വരില്ല. പാലക്കാട് തന്നെ ഇനി നിൽക്കാം, അല്ലേ? ഉറപ്പാണ്. ഇപ്പോഴത്തെ പാലക്കാടിൻ്റെ അവസ്ഥ വച്ച് നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ ശോഭ പാലക്കാട് നിന്ന് കേരള അസംബ്ലിയിലേക്ക് വരുമെന്ന് ഉറപ്പായി. ആ ഒരു ഉറപ്പായതുകൊണ്ടാണ് ഇന്ന് അവിടെ നടക്കുന്ന ഈ നാടകങ്ങൾ. 2 ദിവസത്തിന് മുമ്പേ ആ അമ്മയുടെ കയ്യിൽ പൈസ കൊണ്ടുകൊടുത്ത് വീഡിയോ ക്ലിപ്പ് സൂക്ഷിച്ച് റെഡിയാക്കി വച്ചിട്ട് ഇന്ന് ആ കോൺഗ്രസിൻ്റെ ഒരു നാടകം അവിടെ അരങ്ങേറി. നമുക്ക് സ്ഥാനാർത്ഥിയെക്കുറിച്ചൊന്ന് നോക്കിയാലോ. പിഷാരടി സ്ഥാനാർത്ഥി നമുക്കറിയാം. സാധാരണ അദ്ദേഹം TV ഷോകളിലോ ബാക്കി ഏതിന് വന്നാലും പാൻറ്റും കാര്യമൊക്കെയാണ്. സാധാരണ മുണ്ടുടുക്കുന്ന രീതിയിലാണ്. പാലക്കാട് മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ വോട്ട് ചോദിച്ചു പോകുമ്പം അദ്ദേഹത്തിൻ്റെ ആ ബോഡി ലാംഗ്വേജും അദ്ദേഹത്തിൻ്റെ ആ വസ്ത്രധാരണവും ഇടത്തോട്ട് കുത്തി പച്ച ഉടുപ്പും ഇട്ട് അപ്പം നമുക്ക് തന്നെ ആലോചിച്ച് നോക്കാം. ഒരു ഉടായിപ്പ് കാരനല്ലേ UDF സ്ഥാനാർത്ഥി? അവിടെ നടന്ന എല്ലാം ഉടായിപ്പാണ്. ഹൂ കേസ് എന്ന് പറയുന്ന രാങ്കു മാങ്കൂട്ടം വളരെ യുവജനങ്ങൾക്ക് യുവതികൾക്കും മോഡലായി വന്ന ഒരു KSC യൂത്ത് കോൺഗ്രസ് നേതാവ് ലാസ്റ്റിൽ എത്ര പെണ്ണ് കേസായി. സാധാരണ ഇത്തരം കേസുകൾ വരുന്നതൊക്കെ ഇത്തിരി മധ്യവയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ ഈ ചെറുപ്പക്കാരിൽ നിന്ന് ആ പാർട്ടി പ്രതീക്ഷിച്ചതിന് അപ്പുറം ഒരു 1.5 കോഴിയായിട്ടാണ് അദ്ദേഹം മാറിയത് പാലക്കാട്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ എന്ന് പറയുന്ന ഒരു വ്യവസായി ഇതുപോലെ ട്രാപ്പ് കേസിൽ അവിടെ ആയിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ആ മണ്ഡലത്തിൽ നടന്നിട്ടുള്ള ഇത് ഭാരതീയ ജനതാ പാർട്ടിയുടെ മുനിസിപ്പാലിറ്റിയുടെ കഴിഞ്ഞ പ്രാവശ്യം ഇരുന്ന ആ ചെയർപേഴ്സണാണ് അവിടെ പ്രചരണ നേതൃത്വം കൊടുത്തത്. ഈ സ്ത്രീ വിഷയങ്ങളും എല്ലാത്തിനും നല്ല രീതിയിൽ പ്രവർത്തനം പ്രമീള ശശിധരൻ എന്ന് പറയുന്ന ആ ചേച്ചി അവിടെ പ്രവർത്തിച്ചു. പാർട്ടിക്കൊരു അഡ്രസ്സ് ഉണ്ടാക്കി. എന്നിട്ടും അവർ പറഞ്ഞു ഇവിടെ നിൽക്കാൻ യോഗ്യൻ ശോഭയാണ്. ഒരിക്കൽ ഒന്നുമല്ലാതെ കിടന്ന പാലക്കാട് പോയിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് വർദ്ധിപ്പിച്ചത് ശോഭാ സുരേന്ദ്രനായിരുന്നു. 2016 മത്സരിക്കുമ്പോൾ 11-ൽ കിട്ടിയത് 20,000. 16-ൽ വന്നപ്പോൾ 40,000-ലധികം വോട്ട്. എന്ത് ഹ്യൂജ് വോട്ട്! ഡബിൾ മാറ്റിയെടുത്തു. എന്നിട്ട് അവിടുത്തെ അവർ പറഞ്ഞു എന്നെക്കാളും യോഗ്യത ഈ അസംബ്ലി മണ്ഡലത്തിൽ മത്സരിക്കുവാൻ ശോഭ ചേച്ചിയാണെന്ന് മുൻ മുനിസിപ്പൽ ചെയർപേഴ്സണോട് പറഞ്ഞു. അവർക്ക് കൊടുത്തു. അപ്പോൾ കോൺഗ്രസിൻ്റെ ഗതികെട്ട രാഷ്ട്രീയം, ഈ സ്ത്രീ വിരുദ്ധ രാഷ്ട്രീയം, വികസന ഇല്ലായ്മ, അവിടുത്തെ MP തന്നെ ശ്രീകണ്ഠൻജി ഉണ്ടെങ്കിൽ തന്നെയും അവിടെ ഒരു ഫോക്കസാണ് നിയന്ത്രിക്കുന്നത്. കോൺഗ്രസ്സിലുണ്ടായിരുന്ന തന്നെ ഒരു ഗോപിനാഥ് കമ്മ്യൂണിസ്റ്റിലേക്ക് പോയി. പല പഞ്ചായത്തുകളിലും വിള്ളലുകളുണ്ടായി. പാലക്കാടെന്ന് പറയുന്നത് UDFും LDFിനും അപ്പുറം ഭാരതീയ ജനതാ പാർട്ടിക്ക് തിരുവനന്തപുരം പോലെ അടിത്തറയും വേരോട്ടം ജനസംഖ്യ കാലം മുതലേ ഉള്ള ഒരു ജില്ലയാണ് പാലക്കാട് ജില്ല. അവിടെ BJP മുന്നിട്ട് വന്നു. അവിടെ ജയിക്കുമെന്ന് ഉറപ്പായി. വീണ്ടും കോൺഗ്രസ്സിന് സ്ഥാനാർത്ഥികളില്ലാതെയാണ് ഈ അവതാരകനെ അവിടെ സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്നത്. അവിടുത്തെ തന്നെ അദ്ദേഹം നിന്ന ഷാവിപ്പറമ്പിൽ എത്ര വോട്ടാ? തുച്ഛമായ വോട്ടിനാണ് ജയിച്ചത് കഴിഞ്ഞ പ്രാവശ്യം. ശ്രീധരനോട് വിജയിച്ചത് 3000-ലധികം വോട്ടുകൾ മാത്രം. ശ്രീധരൻ സാറിനോട് തുച്ഛമായ വോട്ടിന്. അപ്പോൾ ആ സ്ഥലത്താണ് 18,000 28,000 വരെ വോട്ടിന് ഹൂക്കൈസ് ജയിച്ചത്. എന്നിട്ട് അവിടെ കാണിച്ചതോ തന്തയില്ലായ്മ തരമല്ലേ അവിടെ കാണിച്ചത്. ആ മണ്ഡലത്തിലെ ജനങ്ങളെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് കാണുന്ന പെൺകുട്ടികളെല്ലാം സ്ത്രീ പീഡനം, ഒരു അപാര കോഴിയായിട്ട് ഇയാൾ പറഞ്ഞില്ലേ. അത് പാലക്കാട് ജനത തിരസ്കരിച്ചു. ഇനി ഇവിടെ BJP മതി. അതുകൊണ്ടാണ് രക്ഷയില്ല എന്ന് കണ്ട് ഈ TV അവതാരകനായിട്ടുള്ള പിഷാരടിയെ അവിടെ കൊണ്ട് നിർത്തി ഈ വസ്ത്രവിധാരണങ്ങൾ കഴിച്ച് മുസ്ലിം ഭൂരിപക്ഷത്ത് പോകുമ്പോൾ പച്ച ഉടുപ്പ്, ഇടത് സൈഡ് മുണ്ടെടുത്ത് പോകുന്നു. കൽപ്പാത്തിയിൽ വോട്ട് ചോദിച്ചു പോകുമ്പോൾ ചന്ദന കുറിയിടുന്നു, വെള്ളയും ഇട്ട് പോകുന്നു. വേണമെങ്കിൽ നമ്മുടെ ഈ ബ്രാഹ്മണർ ഉടുക്കുന്ന താറ് പോലും ഉടുക്കും.
അങ്ങനെ പാഷൻ പരേഡ് ചെയ്യുന്നു അവിടെ കോൺഗ്രസ്. ഒരു ജനാധിപത്യ പ്രക്രിയയിൽ അന്തസ്സായിട്ട് വോട്ട് പിടിക്കുന്നില്ല, വേഷം കെട്ടി വോട്ട് പിടിക്കുകയാണ്. അപ്പോൾ അതിനെതിരെ ശോഭയ്ക്ക് വർദ്ധിച്ചു വരുന്നു. ചേട്ടൻ ഈ ആകാശ ഡൗൺ വഴി എടുക്കുന്ന ക്യാമറയിൽ ഇന്നലത്തെ കലശക്കൊട്ടിലെ ശോഭയുടെ ആ റോഡ് കാണണം. കിലോമീറ്ററുകളോളം ഡൗൺ ക്യാമറയിൽ അത് കാണാം നമുക്ക്. അത്ര ജനപിന്തുണ, സ്ത്രീ ജനമാണ് ശോഭയുടെ പുറകെ നിന്ന് വരുന്നത്. ഒരു നല്ലൊരു പൊതുപ്രവർത്തക, ജനപ്രിയ നേതാവായിട്ട് വന്നപ്പോൾ സഹിക്കുവാൻ പറ്റാതെയാണ് ഇന്ന് ആ നാടകം അവർ അവിടെ നടത്തിയത്. അപ്പോൾ ക്യാമറ പല ചാനലുകളും നമ്മൾ കണ്ടു, ചേട്ടനും കണ്ടു കാണും. ചെന്നിട്ട് കൽപ്പാത്തി ചെന്നിട്ട് വോട്ട് ചോദിച്ചിട്ട് അമ്മമാരോട് ചോദിക്കുകയാണ്, ഇവിടെ ശോഭ ജയിക്കുമോ? ഒരു ജയിക്കും മോനെ, ഉറപ്പായിട്ടും ജയിക്കും. എന്നിട്ട് ലേഖകൻ തന്നെ അങ്ങോട്ട് പറയാണ്, ഈഴവരാണ് അവിടെ, കൽപ്പാത്തി എന്ന് പറയുന്ന ബ്രാഹ്മിൺസിൻ്റെ ഏരിയയാണ്, ആ സ്ത്രീക്ക് ദേഷ്യം വന്നില്ലേ എന്നുള്ളത് ഈ നമ്മുടെ രേവന്ത് റെഡ്ഡി പറഞ്ഞതുപോലെ അമ്മ പറയേണ്ടതാണ്. പക്ഷെ ഇവിടെ ചില ചാനലുകളൊക്കെ പാലക്കാട് ജാതി തിരിച്ച് കണക്ക് പറയുന്നുണ്ടായിരുന്നു. അതെ, ബ്രാഹ്മണരിത്ര, അതെ, ഈഴവരിത്ര, നായരിത്ര, മുസ്ലിം ഇത്ര, അത് കൃത്യമായിട്ട് അങ്ങനെ പറയുന്നതിൻ്റെ കാരണം ഇപ്പൊ ബ്രാഹ്മണ ഇത്ര എന്ന് പറയുമ്പോൾ എന്നാൽ ഈ ഈഴവ സ്ത്രീക്ക് വോട്ട് കൊടുക്കണ്ട എന്നുള്ള ഒരു തലത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോയത്. 100% കേരളത്തിലുള്ള ഈ ജിഹാദി മാധ്യമങ്ങൾ അവിടെ ശോഭയെ തോൽപ്പിക്കുവാൻ വേണ്ടി ജനങ്ങളെ മറന്നിരിക്കുന്ന ഒരു സ്പിരിറ്റോടുകൂടി മറന്നിരിക്കുന്ന ജനതയെ ശോഭ ഇന്ന ജാതിക്കാറിയാണെന്ന് അവരെ പറയാണ്. എന്നാലും BJP പാലക്കാട് ജയിക്കരുതെന്നുള്ള ഇടൻ അജണ്ടയുള്ള ചില മാധ്യമ സിൻഡിക്കേറ്റുകൾ പാലക്കാട് തമ്പടിച്ച് കിടക്കുന്നു. എന്നിട്ടും പാലക്കാട് ജനത പറയുന്നു, നമുക്ക് ഈ കുട്ടി മതി, ശോഭ മതി, പിഷാരടി വേണ്ട, LDF വേണ്ട. അത് സമ്മതിക്കുന്നില്ല, വീണ്ടും ആ സ്ത്രീയെ പ്രകോപിക്കുകയാണ്. ഇത് പാലക്കാടെന്ന് പറയുന്ന ബ്രാഹ്മണ മേഖല, അവിടെ നിൽക്കുന്നത് ഇന്ന ജാതിയിൽപ്പെട്ടതാണ്. എനിക്ക് ഒരു സ്വയം സേവകൻ എന്നുള്ള നിലയിൽ ക്യാമറയ്ക്ക് മുമ്പ് അതുപോലും പറയുവാൻ, നമ്മളെ ഇതുവരെയും ജാതി പറഞ്ഞ് നമ്മുടെ സംഘടന വളർത്തിയിട്ടില്ല. മനുഷ്യർ 2 ജാതിയേ ഉള്ളൂ, ആണും പെണ്ണും. നമ്മൾ കോമൺ സിവിൽ കോഡ് എന്ന് പറയുന്നത് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്ന കക്ഷിയാണ്. ഇവിടെ ബ്രാഹ്മണരെന്നോ നായരെന്നോ ഹരിജനസെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ ഒന്നുമില്ല. ഇവിടെ പൊതുവെ ഒരു കോമൺ സിവിൽ കോഡ് വേണം. ആരാണോ സമ്പന്നൻ, ആരാണോ ദരിദ്രൻ, ഗവൺമെൻറ്റിന് ആനുകൂല്യങ്ങൾ കിട്ടണമെന്ന് വാദിക്കുന്ന ഒരു സംഘടനയുടെ വക്താവാണ് ഞാൻ. നമുക്ക് പോലും ചാനലിലൊന്നും അങ്ങനെ ജാതി പറയുവാൻ പാടില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഈ കേരളത്തെ മാധ്യമങ്ങൾ ജാതിയിലേക്ക് വലിച്ചഴയ്ക്കുന്നു, ഓർമ്മിപ്പിക്കുന്നു പഴയ കാലത്തെ അമ്മമാരെ, കൽപ്പാത്തിയിലുള്ള ഓരോ ബ്രാഹ്മണ സ്ത്രീകളെയും. എന്നിട്ടും അവർ വകവയ്ക്കാതെ നമ്മളെ നോക്കിക്കൊള്ളാം, നീ നിൻ്റെ ക്യാമറയും കൊണ്ട് പോന്നാ പറഞ്ഞത്. അപ്പോൾ ആ രീതിയിലും ശോഭ യാതൊരു കാരണവശാലും പാലക്കാട് ജയിക്കരുത് എന്നൊരു അജണ്ട ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസ്സുകാർക്കും ഇല്ലാത്തതിനേക്കാളും മാധ്യമ സിൻഡിക്കേറ്റുകൾക്കുണ്ട്. പക്ഷേ ശോഭാ സുരേന്ദ്രൻ ആയതുകൊണ്ടാണ് പാലക്കാട് 2 മുന്നണികൾക്കും അങ്കലാപ്പ്. തീർച്ചയായിട്ടും. കാരണം ശോഭാ സുരേന്ദ്രൻ പോയ മണ്ഡലങ്ങളിലെല്ലാം നടത്തിയ പ്രകടനവും വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഏറ്റവും അവസാനം ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലും അത്തരത്തിൽ വോട്ട് വർദ്ധിപ്പിച്ചു. അതൊരു വിജയത്തോടെടുക്കുക. കഴക്കൂട്ടത്തായാലും ആറ്റിങ്ങലിലായാലും എല്ലായിടത്തും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും വോട്ട് മാത്രമല്ല പിന്നിൽ ഒരു വലിയ സ്ത്രീ സമൂഹത്തെ ചേർത്ത് നിർത്താനായിട്ടും ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം പറയുന്നത് ശോഭ എന്ന് പറയുന്ന ഒരു നല്ലൊരു ഇന്ത്യയുടെ റൂളിംഗ് പാർട്ടിയുടെ ക്രെഡിബിലിറ്റി ഉള്ള ഒരു നേതാവാണ്. അവരാവശ്യമില്ലാത്തത് പറയില്ല, ചെയ്യുവാൻ പറ്റുന്ന കാര്യങ്ങളെ ആ സ്ത്രീ പറയുകയുള്ളൂ, അല്ലെങ്കിൽ വാഗ്ദാനം കൊടുക്കുകയില്ല. അങ്ങനെ പാലക്കാട് ജനതയ്ക്ക് വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. അവിടെ പാലക്കാട് പുതിയ മുഖം അല്ല, തൃശ്ശൂരിൽ പോയ മുഖമല്ല. സംഘടനാ പ്രവർത്തനത്തിൽ എനിക്കറിയാം, യുവമോർച്ച കാലം മുതലേ പാലക്കാടിൻ്റെ ചാർജ് കൊടുത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. ആ പാലക്കാട് ഓരോ ജനതയും ശോഭാ സുരേന്ദ്രനറിയാം. അതുകൊണ്ടാണ് ശോഭയ്ക്ക് നമ്മുടെ ആലപ്പുഴ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും മണ്ഡലത്തിലുള്ളവർ ആവശ്യപ്പെട്ടു ശോഭ പാലക്കാട് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ സ്ഥാനാർത്ഥിമാർക്കും നിശ്ചയിച്ചു കൊടുത്തപ്പോൾ പാലക്കാട് ജനത അങ്ങോട്ട് ചോദിച്ചു ഇന്നാരും മതിയെന്ന്. അതെ. അപ്പം എവിടെ വോട്ടിന് പോയാൽ, ഇവിടെ കഴക്കൂട്ടത്ത് നിന്നെന്താ പറയാമല്ലോ, ആ രാത്രി 9 മണിക്ക് റോഡിൽ കുത്തിയിരുന്നു.
പ്രവേശിക്കുവാൻ പാടില്ല എന്ന് പറഞ്ഞതുണ്ട്. മൈക്ക് ഓഫ് ചെയ്ത് പ്രവർത്തനത്തിലേക്ക് ചെമ്പഴന്തി മേഖലയിൽ പോയപ്പോൾ മൈക്ക് ഓഫ് ചെയ്തിട്ടാണ് പോണത്. നിയമം ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ച അതാണ്. പക്ഷേ പോലീസ് വന്ന് പിന്നെ വിടേണ്ടി വന്നു. അപ്പോൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന പാർട്ടി BJP ആണ്. എന്തെങ്കിലും പാലക്കാടിൻ്റെ വികസനം നടക്കും, പ്രത്യേകിച്ച് ചേട്ടൻ പറഞ്ഞതുപോലെ ഒരു സ്ത്രീ ജനം അവരെ അംഗീകരിക്കുന്നുണ്ട് ലീഡർ എന്നുള്ള നിലയിൽ. വേണ്ടി വന്നാൽ KR ഗൗരി അമ്മയും സുശീല ഗോപാലൻ കഴിഞ്ഞാൽ ഇന്ന് കേരളത്തിലുള്ള വനിതാ നേതാക്കളിൽ സ്ത്രീജന ആരാധകരുള്ള ഒരു നേതാവ് കേരളത്തിൽ ശോഭാ സുരേന്ദ്രൻ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല. അതുകൊണ്ട് അവിടെ ജയിക്കുമെന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ടും ജനങ്ങളുടെ പൾസും മനസ്സിലാക്കിയ കോൺഗ്രസ് എന്ന് പറയുന്ന എപ്പോഴും കുരുട്ടുബുദ്ധിയിൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന പാർട്ടിയാണ് ഈ നാടകം കളിച്ച് അവരെ തോൽപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. പക്ഷേ ശോഭയുടെ വോട്ട് വർദ്ധിക്കുക തന്നെ ചെയ്യും. വൻ ഭൂരിപക്ഷത്തിൽ പാലക്കാട് നിന്ന് തിരുവനന്തപുരം അസംബ്ലിയിലേക്ക് എലക്ട് ചെയ്ത് വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.